ഇത് അതിനകത്ത് വാരിയിടണ ഒരേ അതല്ലേ നീ പറയുന്ന പോലെ ഞാൻ ചെയ്യാടി. വേണ്ട, ഏട്ടുണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞാലേ പിന്നെ വൈൻ ഉണ്ടാവില്ല. ഇത് മുഴുവൻ വായിലേക്ക് ആയിരിക്കും പോവാ. അവിടെ പോയിരുന്നേ, ചെല്ലി ഞാൻ ഉണ്ടാക്കോളാം. എനിക്കാണ് ഇതിന്റെ കൂട്ടൊക്കെ കറക്റ്റ് അറിയാം. പിന്നെ നിനക്കറിയും. ഞാൻ എത്ര കാലമായിട്ട് ഉണ്ടാക്കുന്നതാ വീട്ടില്. നിങ്ങൾ എന്തിനാ ശരിക്കും വൈൻ ഉണ്ടാക്കണത്? കുടിക്കാൻ. കുടിക്കാനാന്ന് എനിക്കും അറിയാം. അല്ല, ക്രിസ്മസിന് ഇത്ര പ്രാധാന്യത്തോട് കൂടിയിട്ട് വീഞ്ഞ് ഉണ്ടാക്കണത് എന്തിനാണ്? അതോ, അത് പിന്നെ അപ്പുറത്ത് വീട്ടുകാരൊക്കെ ഉണ്ടാക്കും, അപ്പൊ നമ്മളും ഉണ്ടാക്കുക തന്നെ. ഇത്രേ ഉള്ളൂ. ഇനി ആ പഴയപ്പഴത്തിലിടുക. മുന്തിരി വയലിക്ക് പഴ എന്നാ എടുത്തേ, കഴിക്കാനായിരിക്കും. കാര്യമാണ്. അതെ, പിന്നെ വൈൻ ഉണ്ടാക്കുന്ന കാര്യം ഞാൻ അച്ഛനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്തിന്? അച്ഛന് 2 ബോട്ടിൽ കൊടുക്കേട്ടാ. എന്താ കൊടുക്ക നിന്റെ അച്ഛന്? എന്താ? നിന്റെ അച്ഛന് വൈന്? എടി, കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു അത്യാവശ്യമാണ്, എനിക്ക് ഇത്തിരി പൈസ വേണം അച്ഛാന്ന് ചെന്ന് പറഞ്ഞപ്പോ എന്താ അങ്ങേരെ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്? തരില്ലാന്നോ? അല്ലേ? ആ അച്ഛന് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള വൈന് കൊണ്ട് കൊടുക്കണമെന്ന്. അവൾക്ക് വൈന്, അതെ, ഇതിവിടെ ക്രിസ്മസിന് നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള വൈൻ, അത് നമ്മൾ കുടിക്കും. ഇതിപ്പോ ഒരു 4-5 കുപ്പി ഉണ്ടാവും കേട്ടാ. ഉണ്ടായിക്കോട്ടെ, നിനക്ക് എന്തായാലും ഇത് പഞ്ചസാര കിട ആവശ്യമില്ല. നീ വെള്ളം ഒഴിക്കണ്ടേ? വെള്ളം ലാസ്റ്റ് ആയിട്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്കേ ഇത് അവിടെ എവിടെയും കുളിച്ചിടാ നല്ലത്. എവിടെ? പറമ്പില്. ഇനി ഒന്നുമില്ല, ഒരു കിഴിയിലെ കുറച്ച് ഗോതമ്പ് കെട്ടിയിട്ട് ഇതിൽ ഇട്ടാ മതി. 21 ദിവസം കഴിയുമ്പോ നമ്മുടെ വൈന് സൂപ്പർ ആയിട്ടുണ്ടാവും. ഒരു കാര്യം ചെയ്തേ, ആ സ്റ്റോർ റൂമിലെ ഒരു വെള്ളത്തുണി വെച്ചിട്ട് ചേട്ടൻ പോയി എടുത്തിട്ട് വന്നേ. ശരി. ഹലോ, ഞാൻ ഇവിടെ അല്ലടാ, ഞാൻ ഗുണ്ടൽപേട്ടാണ്. ഗുണ്ടൽപേട്ട്. കാശാ? ഇന്ന് തരണ്ട? വൈകിട്ടാ? നമുക്ക് വൈകിട്ട് കാണാം. അല്ലടാ, ഗുണ്ടൽപേട്ടല്ല, ഞാൻ ഇവിടെ നമ്മുടെ കുണ്ടുകാട് എന്ന് പറഞ്ഞ്. നമുക്ക് വൈകിട്ട് കാണാം. ഓക്കെ, ശരി, ഞാൻ വിളിക്കാം. രാഘവേട്ടാ, എന്തുടരായിരുന്നു നിങ്ങള്? എന്തേ? അല്ല, ഇത്രയൊക്കെ പ്രായമായിട്ട് നിങ്ങൾക്കൊരു കാര്യബോധം വന്നിട്ടില്ലേ? അറിയാണ്ട് ചോദിക്കാ. എന്തേന്ന്? അല്ല, മൂത്രവെച്ചോ? ഈ സിഗരറ്റ് ഇങ്ങനെ പുറത്തു നിന്നിട്ട് വലിക്കാൻ പാടില്ല, നിയമവിരുദ്ധല്ലേ? ഇവിടെ ആരില്ലല്ലോ. ഇവിടെ ആരില്ലല്ലോ എന്നല്ല, നമ്മൾ ഈ അന്തരീക്ഷത്തിൽ എവിടെ ഇറങ്ങി ചെയ്താലും സാറ്റലൈറ്റ് എന്ന് പറഞ്ഞൊരു സംഗതി കേട്ടിട്ടുണ്ട് നിങ്ങള്? ഇതേമാതിരിയുള്ള നിയമവിരുദ്ധമായിട്ടുള്ള പരിപാടികൾ പുറത്തിറങ്ങിയിട്ട് ചെയ്താൽ സാറ്റലൈറ്റ് വന്ന് അത് പകർത്തി ഫോട്ടോ എടുത്ത് എത്തിക്കേണ്ടോർത്ത് എത്തിക്കും. ഇനിയുണ്ട കയ്യില്? 2 ഓരോ പണികള് കാണിക്കണതേ. അയ്യോ, ഇപ്പൊ എവിടെങ്കിലും കളയണ കണ്ടാ അത് അതിലും വലിയ പ്രശ്നമാണ്. വേറെ ഇതിന്റെ അത് വേണ്ടല്ലോ. ഇനിയിപ്പോ അത് ഇത് കളയാം, എവിടെയും കളയാം. വലിക്കുന്നില്ല. ശരി, പിടിച്ചോ? ലില്ലി വരുന്നു. ഇതെന്തിനാണ്? ഇവിടെ കെട്ടാന്. എടി, ഇത് പള്ളി പെരുന്നാളിന് കെട്ടണതല്ലേ? അല്ല, ഇത് കെട്ടാൻ നല്ല രസം. ഇതൊന്നും വേണ്ട, കൊണ്ടുപോയി മാറ്റി. വേറെ അതിന്റെ ഉള്ളിലുള്ള സാധനം ഉണ്ടെന്ന് അതൊക്കെ എടുത്ത് വെച്ചോ. സത്യോ? എന്താ പരിപാടി? ക്രിസ്തുമസ് അല്ലേ? കേക്കും വൈനൊക്കെ വാങ്ങിയോ? കേക്ക് വാങ്ങണം. വൈന് ഇവിടെ തന്നെ ഇട്ടു. വൈന് ഇവിടെ തന്നെ ഇട്ടു എന്ന് പറയാ. ഇവിടെ ഉണ്ടാക്കിയോ? എല്ലാരോടും പോയി പറയൂട്ടാ. അത് ശരി, ഇവിടെ ഉണ്ടാക്കിയില്ലേ? അതിപ്പോ എങ്ങനെ ആരുണ്ടാക്കി?
വൈനൊക്കെ ഉണ്ടാക്കാൻ ഇവിടെ ആളുണ്ടോ? ഓ അതിന്റെയൊക്കെ സ്പെഷ്യലിസ്റ്റ് ഇവിടെ ഉണ്ടല്ലോ. അത് ശരി. അത് കണക്കിലോ. ആ അത് ശരി. അപ്പൊ അതൊക്കെ പഠിക്കണ്ട. അതൊക്കെ ലില്ലി അതിന്റെ മെയിൻ ആണല്ലേ. നൂലിതാകടെ. ഇതിപ്പോ എന്തൊക്കെ വെച്ചിട്ടാ സാധനം ഉണ്ടാക്കിയിട്ടുള്ളത്? അതെന്താ മുന്തിരി, ഗോതമ്പ്, ശർക്കര. ഒന്നും പറയണ്ട, അതൊക്കെ സീക്രട്ട് ആണേ. അമ്മോ അയ്യോ പറയണ്ട. ഏയ് സംഭവം നിങ്ങളുടെ കാര്യം ആലോചിച്ചപ്പോ എനിക്ക് എന്തേ നിങ്ങൾ ഇങ്ങനെ വിഡ്ഢികളായി പോയല്ലോ. എന്തോ അല്ല, നിങ്ങൾ ഈ ഫേസ്ബുക്കും വാട്സപ്പും ഒന്നും നോക്കണൊന്നുമില്ലേ? അയ്യയ്യയ്യ ആരടാ ചെയ്താലാ വാട്സപ്പ് ഒക്കെ നോക്കണം വൃത്തികേട്. അതെ, മൊബൈൽ ഫോൺ ഇറങ്ങിയ സമയത്തുള്ള ഫോണും കൊണ്ടാണ് ചേട്ടൻ നടക്കണത്. അതിലെന്ത് ഫേസ്ബുക്ക്, എന്ത് വാട്സപ്പ്, എന്റെ ഒരു ഫോട്ടോ എടുക്കാൻ പോലും പറ്റൂലേ. നിന്റെ ഫോട്ടോ എടുക്കാട്ടോ. അതെ, ഒരു കാര്യം പറയട്ടെ ഞാൻ നിങ്ങളോട്. എന്തേ? ഇതൊക്കെ നിയമവിരുദ്ധാട്ടാ. എന്ത് ഇതൊക്കെ കെട്ടി തൂക്കണതോ? ഇത് കെട്ടി തൂക്കണല്ലോ. വീട്ടില് വൈൻ ഉണ്ടാക്കാന്ന് പറഞ്ഞ നിയമവിരുദ്ധാണിപ്പോ. വീട്ടില് വൈൻ ഉണ്ടാക്കണതോ? പിന്നെ ഏടെ ചെങ്ങായി ക്രിസ്മസ് ഉള്ള കാലം മുതൽ ആളുകൾ വൈൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെയാണ് ഏടെ ചെങ്ങാതി, അത് അന്നത്തെ കാലത്ത്. ഇന്നതൊക്കെ വലിയ പ്രശ്നം. ജാമ്യം കിട്ടില്ല. തനിക്ക് ജാമ്യം കിട്ടില്ല വൈൻ ഉണ്ടാക്കിയാൽ. പിന്നല്ലേ എടാ, ഇതൊന്നും വീട്ടിലുണ്ടാക്കാൻ പാടില്ലെന്ന്. അതാ പ്രശ്നം. വീട്ടിൽ വെച്ച് ഉണ്ടാക്കരുത്. അപ്പൊ നമുക്ക് കുഴപ്പമില്ല. വീട്ടിലിട്ടിട്ടല്ലേ ഉണ്ടാക്കിയത്? മുറ്റത്തിട്ടിട്ടല്ലേ സത്യയുടെ നമ്മൾ ഉണ്ടാക്കിയത്? അയ്യോ, എന്ത് പണി കാണിച്ചേ? എന്തേ? മുറ്റത്ത് വെച്ചിട്ടാ ഉണ്ടാക്കിയത്? കുടുങ്ങിയില്ലേ സത്യം? നീ ആകെ കുടുങ്ങി. എന്തൊക്കെ നീ പറഞ്ഞോണ്ട് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞൊരു സാധനം നീ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞൊരു സാധനം കേട്ടിട്ടുണ്ടോ നീ? സാറ്റലൈറ്റ് മുറ്റത്ത് ഈ അന്തരീക്ഷത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്താലും ഈ സാറ്റലൈറ്റിൽ അങ്ങോട്ട് പകർത്തിയിട്ട് അപ്പൊ തന്നെ ഫോട്ടോ എടുത്തിട്ട് എത്തിക്കേണ്ടോടത്ത് എത്തിക്കും. നീ കുടുങ്ങിയേക്കപ്പോ എന്ത് അത് പണി കാണിച്ച്? അയ്യോ, സത്യത്തെ ആ കുഴപ്പായി. നമ്മുടെ അകത്തെ ബാത്റൂമിൽ വെള്ളം വരുന്നില്ലല്ലോ. നമ്മള് രണ്ടാഴ്ച പുറത്തല്ലേ കുളിക്കണേ. അതിന് മേൽക്കൂരല്ലോ. അത് ഞാറിഞ്ഞല്ലോ. അല്ല, പുള്ളി നിയമവിരുദ്ധല്ലോ. അത് കുഴപ്പമില്ല അല്ലേ? അത് പ്രശ്നമില്ല. പക്ഷെ ഇത് നിങ്ങൾ കുടുങ്ങി. അന്വേഷിക്കണ്ടേ? ഞാൻ ഇവളോട് 100 പ്രാവശ്യം പറഞ്ഞാണ് ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് നമുക്ക് ഇതാ വൈൻ ഉണ്ടാക്കണ്ട. അപ്പൊ കേക്കണ്ടേ പറഞ്ഞാലേ. ഇങ്ങനെ പുലിവാലൊന്നും എനിക്ക് അറിയില്ലല്ലോ സത്യട്ടാ. വീട് മാറിയേ. അത് ശീതള, എന്താ ഇനിയിപ്പോ ഒരു മാർഗം? ഇതിനിപ്പോ മാർഗം എന്ന് വെച്ചാലേ, ഞാൻ കാര്യം ചെയ്യാം. ഞാൻ ഇപ്പൊ ഈ പോണ വഴിക്ക് തന്നെ ഇപ്പൊ സമയം കളയണ്ട, എക്സൈസ് ഓഫീസിലൊന്ന് കയറാം. ഇവിടെ ഇപ്പൊ എന്റെ ഒരു സുഹൃത്തുണ്ടല്ലോ, മൊയ്തു. അവനൊന്ന് കണ്ടിട്ട് കാര്യങ്ങളെ കൊണ്ട് അവതരിപ്പിക്കാം. എന്നിട്ട് അതൊന്ന് സമവായത്തിലാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. എന്നിട്ട് അതൊന്നേ ഒത്തുതീർപ്പാക്കിട്ട് ഇനിയിപ്പോ എന്തെങ്കിലും ചില്ലറ കൊടുക്കണ്ട വന്ന അതും കൊടുത്തിട്ട് കാര്യങ്ങളെ റെഡിയാക്കാം. നീ മൊയ്തു സാറിനോട് സംസാരിക്കണ കൂട്ടത്തില് സത്യൻ എന്ന് പറയുന്ന കക്ഷി എന്റെ സുഹൃത്ത് ഒരു പാവം കക്ഷിയാണ്. അയാളത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, ഒരു കയ്യബദ്ധം പറ്റിയതാണ് എന്നുള്ള നിലയ്ക്ക് തന്നെ സംസാരിക്കണം. ആ രീതിയിൽ ഞാൻ അവതരിപ്പിക്കാം. അപ്പൊ ഇനി സമയങ്ങളില്ല, ഞാൻ പോയി വേണ്ടേ കാര്യങ്ങൾ അവതരിപ്പിക്കട്ടെ. ആയിക്കോട്ടെ. പരിപാടി നിങ്ങളുടെ കെട്ടലും തൂക്കലും പരിപാടിയൊക്കെ നടന്നോട്ടോ. ക്രിസ്മസ് കളയണ്ട, സന്തോഷിക്ക്. ഞാൻ റെഡിയാക്കാം. അപ്പൊ ശരി. എന്തേ? അല്ല, ഞാൻ ഈ പറഞ്ഞതൊക്കെ അല്ലേ സാറ്റലൈറ്റ്. എന്നാ ശരി കേട്ടോ. പിന്നെ പുറത്തു നിന്ന് കുളിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിപ്പോ നിയമവിരുദ്ധമല്ലോ. അതോ? അപ്പൊ ശരി. അതെ, ഈ കെട്ടലും തൂക്കലൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം പോയിട്ട് ആ ബാത്റൂമിന്റെ മേൽക്കൂര കെട്ടാം. അതാ നല്ലത്. പെണ്ണുങ്ങൾക്ക് കുളിക്കാനും മാർഗമില്ലാത്തൊരു വൃത്തികെട്ട സാറ്റലൈറ്റ് പോരങ്ങട്. ഇത് ഒടവിലെ ഉണ്ണി, മേലെടുത്ത് പാരിജാതൻ, കുണ്ടിൽ സുമേഷ്. മൊത്തം 50 ലിറ്റർ ഉണ്ടാവും. പിന്നെ 10 എണ്ണം കുപ്പി പാക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ വൈന് പിടിച്ചേക്കണത്. ശരി, വലിയ കാര്യമായി പോയി. നല്ലൊരു ദിവസമായിട്ട് 10 പൈസയിൽ അരി മേടിക്കാൻ നമ്മളൊരു കുറച്ച് വൈൻ ഉണ്ടാക്കി വിറ്റപ്പോ അത് മഹാ കാര്യമായി പോയി. എഴുതി വെക്കുകയാണ്. ഇവിടെ നോട്ട് നിരോധിച്ചപ്പോ ഒരാളും ഉണ്ടായില്ല ചോദിക്കാനുമാര്. ഈ സുമേഷ് ചേട്ടൻ വരെ വെയിലത്ത് ക്യൂ നിന്ന്. അങ്ങനെ ഉണ്ടായില്ല? പിന്നില്ലേ.
പാവപ്പെട്ട നമ്മുടെ ഒരു 10 തൊപ്പി വൈനെടുത്ത് വിറ്റതാണ് ഇവിടെ മൊത്തം കുഴപ്പമായത്. നിങ്ങൾ നോട്ട് ചോദിച്ചില്ലേ എത്ര ജനങ്ങളുടെ പറഞ്ഞത് ഈ പാവ സുമേഷേട്ട പൊരി വെയിലത്ത് തലറിഞ്ഞു വീണു നോട്ട് മാറ്റാൻ വേണ്ടിട്ട് ചോദിച്ചോക്ക്. ജനങ്ങളെല്ലാം മൊത്തം വയ്യാതെ ഇറക്കില്ല നിങ്ങള് അല്ലേ? ആരാണ് കാശി ചോദിച്ചു? ഞങ്ങളാണ് കാശി ചോദിച്ചത്. ഇവരല്ലേ അന്നേരം എല്ലാവരും ഉണ്ട് ഉണ്ടായിരിക്കും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇപ്പൊ 10-30 കൊല്ലത്തോളമായി. ആ ഇവിടെ ഉണ്ടല്ല പാവപ്പെട്ടവന് കയറി കിടക്കാൻ ഒരു കൂരണ്ട. പിള്ളേര് വിശന്നിട്ട് ഭക്ഷണമില്ലാതെ മണ്ണ് വാരി തിന്നെയാണ്. ആ അതൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 10-15 കൊല്ലായില്ലേ? ഇവിടെ കയറി കിടക്കാൻ വേണ്ടി ഒരു സെന്റ് സ്ഥലം ഉണ്ടാ അത് ചോദിക്കാനും പറഞ്ഞ ആരുമില്ല. നമ്മളൊരു 10 തൊപ്പി വൈനെടുത്ത് വിറ്റത് ഇവിടെ വലിയ കുഴപ്പം, ആള് പ്രശ്നം, പോലീസ് സ്റ്റേഷൻ ഒന്നും പറയണ്ട. നാടും വാലും ഉൾപ്പും വേണം തൊപ്പിയിട്ട് കിടക്കാം അല്ലേ? ഉണ്ടാതിരിക്കണ കയ്യിന് പണി ഉണ്ടാക്കല്ലേ? ഞാനല്ല അവനാണ്. അടിക്കുവോ? അടിക്കൊന്നുമില്ല, എക്സസൈസ് അല്ലേ. ഹലോ ഹലോ എങ്ങോട്ടാണ്? ഹലോ സർ. ആ സർ മൊയ്തുവാണ്. ഓക്കെ സർ. ഷുവർ സർ. ഓക്കെ സർ. ഓക്കെ. ഹലോ മന്ത്രിയെ വിളിച്ചത്. ആ ഫയല് മന്ത്രിസഭ കൂടുന്നതിന് മുമ്പ് അവിടെ എത്തിക്കാൻ പെട്ടെന്ന് എന്റെ പണി നോക്കും. കഷ്ടാണ്. മന്ത്രിയുടെ ഓഫീസിൽ നിന്നാ വിളിച്ചേന്നു. ആ ഈ മന്ത്രിമാർക്ക് ദിവസവും ശമ്പളം കൂട്ടി കൊടുക്കണതിന് ഒരു കുഴപ്പമില്ല. ഇവരുടെ മക്കളും ഭാര്യമാർക്കൊക്കെ സർക്കാർ ജോലിയാണ്. ഇവനൊക്കെ ഈ ഖജനാവില് കൈയിട്ട് പാരി നിരങ്ങണി ഒരാളും ചോദിക്കാനില്ല. നമ്മളെന്താ ചെയ്തത്? ഈ മന്ത്രിമാരുടെ ശമ്പളം തോന്നുമ്പോ നിങ്ങൾക്ക് കൂട്ടാം. നിങ്ങൾ അവരെ ഭാര്യക്കും അവരെ മക്കൾക്കെല്ലാം വേണ്ടുപോലെ ഗവൺമെന്റ് പണി കൊടുക്കാം. ഈ ഗജനാവ് പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കല്ല. നമ്മ ഇത് കുറെ കേട്ടിട്ടുണ്ട്. ഈ മന്ത്രിമാർ ഈ ഗജനാവ് വൈകുന്നേരം കൈയിട്ട് വാരി സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകും അല്ലേ? അല്ലേ അല്ല സാറേ? എതിരെടുത്ത് ഈ പൈസ എല്ലാം ഈ ഗജനാവിന്റെ താക്കോല് അന്തസ് ഉണ്ടെങ്കിൽ പൊതു മധ്യത്തിൽ പോയിട്ട് കാണിച്ചു കൊടുക്ക്, എല്ലാരും കാണിക്ക്. നമ്മളൊരു 10 കുപ്പി വൈനെടുത്ത് വിറ്റ് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം പ്രശ്നം, കുഴപ്പം, ഇവിടെ ഇരുത്തുന്ന എന്തെല്ലാം ചോദ്യങ്ങൾ നിന്നോടാണ് ഉണ്ടായിരിക്കാൻ പറഞ്ഞു. സാറേ ഒരു 5 കുപ്പി നിങ്ങൾ എടുത്തോ, നിങ്ങൾ രണ്ടുപേരും കൂടി വിഴുകിക്കും. ഞങ്ങളൊന്നങ്ങോട്ട് വെറുതെ വിട്ടൊരു സാർ. തന്റെ വായിലാകെ 2 പല്ലുണ്ടോ? അതിങ്ങനെ അടിച്ച് താഴെ ഞാൻ സാറേ വിവരമില്ലാഞ്ഞിട്ടാണ് സാറേ. ഇവരല്ലേ ഇവരെ കൂടിയിട്ടാണ്. ഇത് വെറും അറിയാണ്. അടിക്കുവോ? ഈ എക്സസൈസ് അല്ലേ, ഇത് അത്ര വലിയ കേസൊന്നുമല്ല. പേടിപ്പിക്കുള്ളൂ. അടിക്കേണ്ട നിയമം കയ്യിലുണ്ടാവില്ല. വിളിച്ചു പറയാൻ വേണ്ടിട്ടല്ല, ഒരു കാര്യം കൂടി ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു പ്രളയം വന്നു. മുമ്പ് വന്നു എന്തോരം കൂട്ടിക്കണക്കിന് കാശ് ആളുകൾ ഇവിടെ ഇറക്കിയത്. നാട്ടുകാർക്ക് വല്ലതും കിട്ടിയ? നിനക്ക് കിട്ടിയ? ഒരു ഉറപ്പ് കിട്ടിയിട്ട് എനിക്കും കിട്ടിയില്ല. എന്ത് ചെയ്തത്? ഇവന്മാരൊക്കെ കൂടി കട്ട് തിന്നേക്കണത്. ഈ പ്രളയം വന്നിട്ട് കോടിക്കണക്കിന് ഉറുപ്പല്ലേ സാറേ വെറുതെ പോയത്? എനിക്ക് ഒരു ഉറുപ്പ കിട്ടിയില്ല. നാട്ടിൽ മൊത്തം പ്രളയം വന്നിനി. എടുത്തു പൈസ. ആ പൈസന്റെ കണക്ക് നിങ്ങൾക്ക് എന്താ ഇപ്പൊ മൂന്നാളിടാം. ബോധ്യപ്പെടുത്ത്. നീലടാ പറഞ്ഞ എക്സൈസ് അടിക്കൂലെന്ന്. പ്രളയം വന്നാൽ തടയാൻ പറ്റൂല. വേനെടുത്താ നീ നിനക്ക് വല്ലതും പറ്റിയാടാ? അതേ ബോർഡ് ഇളകിപ്പോയി. ഞാനോ വേനെടുത്താ വീല ഞാൻ പിടിച്ചിട്ടുണ്ട്. സുമേഷേട്ടാ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം. നിന്റെ പ്രായത്തിലേ ഞാൻ പ്രതികരിച്ചതിന്റെ ഇത് കണ്ട. എക്സൈസുകാർക്ക് അങ്ങനെ തല്ലാനും ഒക്കെ കയറാനൊന്നും അധികാരമില്ല. ഇത് ഇത്തിരി അതിക്രമമായി പോയത് ഇല്ലേ? ആ പോയ സാറ് ചെവിട്ടും കണ്ട ഒക്കെ അടിച്ചു നോക്കി. അതെ, അയാൾ ആള് കുറച്ച് ചൂടനാ. അത് ഞാൻ ചോദിച്ചോളാം.
ചോദിക്കണം സാറേ. സാറ് വരുന്നതിന് മുമ്പ് 1 മണിക്കൂറായി നമ്മെ 3 ആൾ ഇവിടെ ഇരിക്കുന്നു. പച്ച വെള്ളം വേണമെന്ന് ചോദിച്ചില്ല സാറേ. അതൊരു ദുഷ്ടനാണ്, നീചനാണ്. സാറിനറിയോ, എക്സൈസിന് അടിക്കാനുള്ള ഒരധികാരമില്ല. എന്തിനാ സാറേ സർവീസിൽ അങ്ങനെ നികൃഷ്ട ജീവി? ഒഴിവായിക്കൂടെ നിങ്ങൾക്ക്? പോയ പോലീസ് ദുഷ്ടനാണ് സാറേ. അയാൾ നിന്നെ അടിച്ചു അല്ലേ? അതെ സാർ. ഇവിടെയാണ് അടിച്ചു? ചോര തല്ലിച്ചു. ഇവിടെ അടിച്ചു? ഇനി ഒരു അക്ഷരം നീ ഇവിടുന്ന് മിണ്ടിയാലോ ഇയാളുടെ ഭയമുണ്ടോ? അതുപോലെ വേറെ സ്ഥലത്ത് മനസ്സിലായ എനിക്ക് അടിച്ച് നിന്നെ ഷേപ്പ് ചെയ്യാൻ മാറ്റിക്കളയും. എന്ത് പാവം ആകെ കിട്ടുന്ന നടക്കാം. വല്ലാണ്ട് ഷൈൻ ചെയ്യണോ നീ? ശിവൻ ഇങ്ങോട്ട് വരൂ. അല്ല സാറ് തിരക്കിലല്ലേ? ഇങ്ങോട്ട് വരൂ. സാറ് തിരക്ക് ഇരിക്കണോ? അല്ല സാറ് നല്ല തിരക്കിലാന്ന് തോന്നുന്നു. ഒക്കെ ജോലിയുടെ ഭാഗമല്ലേ? എന്താ കാര്യം? ആ 10 മിനിറ്റ്. സോദൻ ഇവരെ 3 പേരെ മറ്റേ റൂമിലേക്ക് ആക്ക്. പച്ചവെള്ളം കൊടുക്കരുത് കേട്ടോ, 3നും പച്ചവെള്ളം കൊടുക്കരുത്. എന്തിന്റെ കുറവ് നിൽക്കാറ്? അത് കൊടുക്കും. ബാക്കി ഞാനും വരാം. പറയും കാര്യം. അല്ല വേറൊരു സംശയം. അല്ല ഒരു സംശയം ചോദിക്കാനേ. ചോദിക്ക്. അതായത് നമ്മുടെ വീട്ടില് നമ്മള് ഈ ക്രിസ്മസ് ആണല്ലോ സാറേ. അപ്പൊ ക്രിസ്മസിന് നമ്മളറിയാതെ നമ്മൾ വീട്ടില് ഈ വൈനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് വൈന് വീട്ടിലുണ്ടാക്കി ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റുണ്ടാവോ? വൈനുണ്ടാക്കി അളക്കാണ് 3 പറ്റില്ല അപ്പൊ അല്ലെ? അത് പറ്റില്ല അല്ലെ? വീട്ടിൽ വൈനൊന്നും ഉണ്ടാക്കാൻ ആൾക്കാരെ കൊണ്ടല്ലേ? 1 2 ഒന്നല്ല 10-50 കുപ്പി ഉണ്ടാക്കിയിരിക്കണം. ഒക്കെ അകത്താ. എന്താ ഓരോ പണികൾ ചെയ്തിട്ടില്ലേ? നമ്മള് വീട്ടാവശ്യത്തിന് അത്യാവശ്യം വൈനുണ്ടാക്കുന്നതിനൊന്നും കുഴപ്പമില്ല. കുഴപ്പമില്ല അല്ലെ? പക്ഷെ അത് ഉണ്ടാക്കി പുറത്ത് വിൽപ്പന നടത്തിയ പ്രശ്നം അകത്തോ. അത് നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ ആവശ്യത്തിന് ഉണ്ടാക്കാം, വിൽക്കാഞ്ഞാ മതി. എന്നാ കുഴപ്പമില്ല അല്ലേ സാറേ? അതിന്റെ ഒരു സംശയം അങ്ങനെ ഉണ്ടായിരുന്നേ. എനിക്കല്ല, നമ്മുടെ അയൽപക്കത്തുള്ള ഒരാൾക്ക് ചോദിക്കാനായിട്ട് വന്നപ്പോ ഞാൻ അതൊന്നും ചോദിക്കാൻ സാർ. നന്നായി. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കണം അല്ലേ? അറിവുണ്ടായിരിക്കണം. ഞാനതാണ് സാറേ, ഞാൻ എന്നോട് പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞേ മോഹിത് സാറിനോട് ഒന്ന് സംസാരിച്ച് നോക്കട്ടെ എന്നിട്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞു. കാരണം നമുക്കൊരു സംശയം ഉണ്ടെങ്കിൽ അത് തീർക്കണല്ലോ. അത് തീർക്കാതെ നമ്മൾ പോണത് ശരിയല്ല. അപ്പൊ അത് തീർക്കാൻ പറ്റിയ ഏക സ്ഥലം ഇവിടെയാണെന്ന് എനിക്കറിയാം. അതാണ് എനിക്ക് കുറച്ച് തിരക്കുണ്ടേ, കുറച്ച് തിരക്കിലാണ് ഞാൻ. കാര്യങ്ങൾ മനസ്സിലായല്ലോ. എന്നാ ശരി. എന്നാ ശരി കാണാം. ശരി ശരി. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വരാം. അത് വരാം.